നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് സ്കാൽപ്പിലെ ഡെഡ് സെൽസും ഡാൻഡ്രോഫും മാറ്റാനും മുടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കൊക്കെ മാറി മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒരു സ്കാൽപ്പ് സ്ക്രബ്ബർ കൂടെയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തിപ്പൂവാണേ. തണ്ടോട് കൂടെയാണ് ഞാൻ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 7-8 ചെമ്പരത്തിപ്പൂ പറിച്ചിട്ടുണ്ട്. നമുക്ക് പൂവില്ലായെങ്കിൽ മൊട്ടായാലും മതി. അതിനുശേഷം എടുത്തിട്ടുള്ള നമ്മുടെ ഞവരയിലയാണ് കേട്ടോ. ഞവരയില എന്ന് പറയുന്നത് ഓപ്ഷണലാണേ. ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നേ ഞവരയില അല്ലെങ്കിൽ നമ്മുടെ തുളസിയുടെ ഇല എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഞവരയിലയാണ്. ഒരു 7-8 ഇല എടുത്തിട്ടുണ്ട്. ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുഴുവും അതുപോലെ തന്നെ നമ്മുടെ ചിലന്തി വലയും ചിലന്തിയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഈ സ്ക്രബ്ബർ, അതായത് ഒരു ജെൽ ടൈപ്പ് ആണ് ഇതിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ഒരു ഗ്ലാസ്സിൽ 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. ഒരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് നല്ലവണ്ണം കഴുകി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഞവരയിലയും അതുപോലെ തന്നെ ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും കേട്ടോ. നല്ലൊരു റോസ് കളറായിട്ട് മാറും നമ്മളുടെ ജെല്ല്. നമ്മുടെ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ഒരു ജെൽ ടൈപ്പ് ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ജെല്ല് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക, ഇതുപോലെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കണം കേട്ടോ. വീണ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ വിത്ത് അതിലേക്ക് പോവും. പിന്നെ അത് തണുത്ത് വരുന്ന സമയത്ത് കട്ടയായിപ്പോവും, അതായത് ജെൽ ടൈപ്പായി പോകും. പിന്നെ നമുക്കത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജെൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രബ്ബർ തണുത്ത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് ജടയെല്ലാം കളഞ്ഞ് ഒരു പല്ലകലമുള്ള കോമ്പ് ഉപയോഗിച്ച് മുടിയുടെ റൂട്ട് മുതൽ അറ്റം വരെ ഒന്ന് ചീകി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുക. അതിനിടയിൽ ചെറിയൊരു മസാജ് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി അഴിച്ച് ചെറിയ രീതിയിൽ മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ജെല്ല് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളയാവുന്നതാണ്. ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ഡാബർ ആംലയാണേ. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡും ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. ആ പ്രോഡക്റ്റിനും കൂടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അമിനോ ആസിഡ്, മറ്റ് പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് നമ്മുടെ ചെമ്പരത്തി. ഇത് അരച്ചു പുരട്ടുന്നത് തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിലൂടെയും രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെയും മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും. അതുപോലെ തന്നെ ചെമ്പരത്തി മുടിയിൽ അരച്ചു പുരട്ടുന്നത് അല്ല എങ്കിൽ ഇതുപോലെ ജെൽ രൂപത്തിൽ അപ്ലൈ ചെയ്യുന്നതോ എന്ത് ചെയ്തിട്ടായാലും മുടിവേരുകളെ ശക്തിപ്പെടുത്തുകയും മുടി പൊട്ടുന്നത് കുറയ്ക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ മാറാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ചെമ്പരത്തി പ്രകൃതിദത്ത ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് സ്ഥിരമായി പുരട്ടുന്നത് തലയോട്ടി നന്നായി വൃത്തിയാകാനും താരനും മറ്റ് അണുബാധകൾ എന്നിവ മാറ്റാനും ശിരോചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുകയും. അതുപോലെ തന്നെ ചെമ്പരത്തി മുടിയിൽ ഒരു പ്രകൃതിദത്ത കണ്ടീഷണറായി പ്രവർത്തിക്കും കേട്ടോ. ഇത് പുരട്ടുന്നത് മുടി മൃദുവും മിനുസമാർന്നതും തിളക്കമുള്ളതാക്കി നിലനിർത്താനും സഹായിക്കും. മുടിയുടെ സ്വാഭാവിക ഈർപ്പം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ വരൾച്ച തടയാൻ ഇത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ചെമ്പരത്തിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും മുടിയുടെ സ്വാഭാവിക നിറം മെച്ചപ്പെടുത്തുകയും അത് നിലനിർത്താനും അതിനാൽ തന്നെ അകാലനര തടയാനും വളരെ ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി പുരട്ടുന്നത്. അതുകൂടാതെ തന്നെ കേടുപാടുകൾ സംഭവിച്ച മുടി നന്നാക്കുന്നതിനും ചെമ്പരത്തി വളരെയധികം ഫലപ്രദമാണ് കേട്ടോ. ഇതിൽ ഉയർന്ന അളവിൽ മ്യൂസിലേജ് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ ഷാഫ്റ്റും സ്പ്ലിറ്റ് എൻഡ്സുകളെയും കേടുപാടുകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കേ. അതുപോലെ തന്നെ നമ്മുടെ ഞവരയില എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ തലയോട്ടിയിലെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മുടി നല്ല രീതിയിൽ വളരുന്നതിനും കൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർക്കാനും നമ്മുടെ ഞവരയില സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഞവരയില ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളമാണ് ഉപയോഗിച്ചല്ലേ. പച്ചവെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ കഞ്ഞിവെള്ളം പ്രത്യേകിച്ച് ഒരു ദിവസം തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു ഐറ്റം ആഡ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡും ചെമ്പരത്തി പൂവും ഞവരയിലയും ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണവും കൂടെ കിട്ടും.
അതുപോലെ നമ്മുടെ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് മുടി വളരാൻ മാത്രമല്ല കേട്ടോ, അകാലനര തടയാനും മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിലെ വൈറ്റമിൻ ഇ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് മുടിയും മുടിയുടെ വേരുകളും നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ശിരോചർമ്മത്തിലെ pH ബാലൻസ് ചെയ്യാനും ഓയിൽ ഉൽപ്പാദനം കൺട്രോൾ ചെയ്യാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.